ഈ ആളുകൾ. മരം വീഴുമ്പോൾ എങ്ങനെയായിരുന്നു ദേവന്മാർ പുറത്ത് വരിക? അപ്പോൾ ഈ ദേവന്മാരായിരുന്നു. ആ ദേവന്മാരാണെങ്കിൽ പിന്നെ അവരെങ്ങനെ മരങ്ങളായി? അതതിൻ്റെ പുറകിലൊരു കഥ, ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു ദേവന്മാരായിരുന്നു മുമ്പ്. ആരായിരുന്നു? കുബേരൻ എന്ന് പേരായ ദേവനുണ്ട്, വൈശ്രവണൻ. ശ്രീപരമേശ്വരൻ്റെ വലിയ ഭക്തനാണ്, ശിവഭക്തനാ. പക്ഷേ അച്ഛൻ ഭക്തനാണെങ്കിലും മക്കൾക്കൊന്നൊരു ഭക്തിയില്ല. അച്ഛൻ കാശിൻ്റെ ആളാണേ. ഈ ദേവന്മാരുടെ സ്വത്ത് സൂക്ഷിപ്പുകാരനാണ് കുബേരൻ എന്ന് പറഞ്ഞാൽ. അതാണ് പണം സൂക്ഷിപ്പുകാരനാണല്ലോ, അവരുടെ ട്രഷററാണ്, ഖജാൻജിയാണ് വേണമെങ്കിൽ പറയാം. അപ്പം അച്ഛൻ ഒരുപാട് സ്വത്തുണ്ടാവുക, മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുക. അപ്പോൾ പിന്നെ മക്കൾ കേടുവരാൻ വേറൊന്നും വേണ്ട. അധ്വാനത്തിൻ്റെ വില അറിയുമോ മക്കൾ? ഇന്ന് പല അച്ഛനന്മാരും മക്കളെ കേടുവരുത്തണം അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഈ അച്ഛനന്മാരൊക്കെ കഷ്ടപ്പെട്ടിട്ട് എത്ര കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയിണ്ടാവും, ബസ്സേ ഇല്ല, വല്ല സൗകര്യങ്ങളേ ഇല്ല, പട്ടിണി ഇരുന്നുണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് വലുതായി പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴോ ഒന്നല്ലേ ഉള്ളൂ അരിയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പാമ്പർ ചെയ്യുക കുട്ടികളെ അല്ലേ. എന്നിട്ടോ കുട്ടികളൊക്കെ കേടുവന്ന് പോവുക. കുട്ടികളൊന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ അപ്പോഴേക്ക് ആത്മഹത്യ എന്ന് പറയുക. ദേഷ്യപ്പെടാൻ പാടില്ല, മാഷടിക്കാൻ പാടില്ല, ടീച്ചർ നോക്കാൻ പാടില്ല, അച്ഛനും അമ്മയും ചീത്ത വഴക്ക് പറയാൻ പാടില്ല. എന്തൂട്ടം കുട്ടികളത്.